if you have a brand and you are really interested to show it to the world, so please come here to this office, as I'm here in Good Apple Media, which works for you, which works for your brand. Really, it's very much manifested that if you have a brand, no one want to hide it, but we want to show it to the world. This is the era of advertisement. If you have a product, you are spending to make the product, you should spend to advertise it. Then only you will get into a good business. So today I'm going to welcome Mr. Murli from Mumbai, and he's with us, and he's doing the same thing, the same pattern. He is giving a good advertisement for your brands. No matter whatever brand you own, his team is always ready to give a proper platform for the advertisement. ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് മുരളി സാറിനോട് ചോദിക്കാനുണ്ട്. അതിൻ്റെ മുന്നേ ഞാൻ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുംബൈയിൽ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഈ ഏരിയയിൽ എത്തിയപ്പോഴാണ് നമുക്ക് സാറിൻ്റെ ഒരു ഒരു കോൺടാക്ട് കിട്ടിയത്. ആൻഡ് വി ആർ റിയലി ഗ്രേറ്റ്ഫുൾ സാറുടെ ഒരു സമയം നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. ബിക്കോസ് I forgot to introduce, you are not only an entrepreneur, you are a producer, actor and also a social activist and many more. അത് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. പക്ഷേ നമുക്ക് തുടങ്ങാം. എങ്ങനെയായിരുന്നു ഒരു മുംബൈയിലുള്ള ഒരു തുടക്കം? മസ്കറ്റ് പോകാൻ ഇറങ്ങിയാണ് എന്തോ സാർ പറഞ്ഞിരുന്നു ഓഫ് ക്യാമറ. നമുക്ക് ആ ഒരു സ്റ്റോറി ഒന്ന് അറിയാനുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാവരെയും പോലെ ഒരു മലയാളിയെ പോലെ ഞാനും ഈ ബോംബെയിൽ എത്തിക്കുന്നത് വെളിരാജ്യങ്ങളിലേക്ക് പോകാനും ദുബായി പോവുക അല്ലെങ്കിൽ മസ്കറ്റിൽ പോവുക എന്നുള്ള ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ബോംബെയിൽ വരുന്നത്. പക്ഷേ എന്തോ ചില സാങ്കേതിക കാരണങ്ങളാൽ വീണ്ടും മുംബൈയിൽ തന്നെ തുടങ്ങി ഇപ്പോൾ മുംബൈ തന്നെ സ്ഥിര താമസമാക്കി ഞാൻ വെൽ സെറ്റിൽഡായി ബിസിനസ് തുടങ്ങി. ഇപ്പോൾ നന്നായിട്ട് നല്ല രീതിയിൽ പോകുന്നു. പക്ഷേ ഏതൊരു മലയാളിയെ പോലെയും ഞാൻ ആഗ്രഹിച്ച പോലെ പല കാര്യങ്ങളും എനിക്ക് തോന്നി ചിലപ്പോൾ ഞാൻ ദുബായിലോ അല്ലെങ്കിൽ മസ്കറ്റിൽ പോയതായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇതിപ്പോൾ ഇന്നുള്ള ആ ഒരു സ്ഥാനം എനിക്ക് ചിലപ്പോൾ കിട്ടില്ലായിരിക്കാം. പക്ഷേ ഞാൻ ബോംബെയിൽ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഐ എം ഡൂയിങ് എ ഗുഡ് ജോബ്, ഗുഡ് വർക്ക്, ഗുഡ് സാറ്റിസ്ഫാക്ഷൻ. മസ്കറ്റിൽ അല്ലെങ്കിൽ ദുബായിൽ പോകാൻ പറ്റിയില്ല എന്നുള്ള ഒരു റിഗ്രറ്റ് ഒന്നുമില്ല, ഒരിക്കലും ഇല്ല. ഹാപ്പിയാണ്. ബിക്കോസ് നമ്മുടെ ഇൻക്രെഡിബിൾ ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ. മുംബൈയിലാണ് 94 ജാനുവരിയിലാണ് ഞാൻ മുംബൈയിൽ കാലുകുത്തുന്നത്. ഒരുപാട് സ്ട്രഗിളുള്ള ടൈമായിരുന്നു അന്ന്. നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, അന്ന് ഇവിടെ അക്കോമഡേഷൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അന്ന് ജോബ് വേഗം കിട്ടുമായിരുന്നു, പക്ഷേ അക്കോമഡേഷൻ ഒരിക്കലും അത്ര ഈസി ആയിരുന്നില്ല. പക്ഷേ ഇന്ന് അക്കോമഡേഷൻ ഈസിയാണ്, ജോബ് കുറവായി. So this is the only difference between that 94 and 2024. So you have struggled to get the job? Yes, I started with my career from advertising company itself, and the last 30 years 30 കൊല്ലമായി ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നു. സ്റ്റാർട്ട് ചെയ്തതും ഈ ഫീൽഡിൽ നിന്നാണ്, ഇപ്പോഴും അതേ ഫീൽഡിൽ തന്നെ 30 കൊല്ലമായിട്ട് ഈ അഡ്വർടൈസിങ് ഫീൽഡിൽ മാത്രമായിട്ട്. എന്തായിരുന്നു സാർ ഒരു റീസൺ? ലൈക്ക് എന്തോരം ഫീൽഡ്സ് ഉണ്ട്, ടെക്നിക്കൽ ഫീൽഡ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അല്ലാതെ ഫീൽഡ്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഫീൽഡ്സ് ഉണ്ട്. വൈ ഡിഡ് യു ചൂസ് ഈ അഡ്വർടൈസ്മെന്റ് തന്നെ? അല്ല, അതൊരു അപരിചിതമായിട്ട് വന്ന ഒരു ഇതാണ്. കാരണം ഞാൻ ബോംബെയിൽ വന്നു, ഞാനൊരു ജോബ് അപ്ലൈ ചെയ്തു. പക്ഷേ ആദ്യത്തെ കമ്പനി എനിക്ക് വിത്തിൻ 1 വീക്ക് എനിക്ക് കിട്ടിയ ഒരു ജോലിയെ അഡ്വർടൈസിങ് കമ്പനിയിലായിരുന്നു. സോ ദെൻ ഐ കണ്ടിന്യൂഡ്. Okay. It happened that yes, way. Yes. Otherwise, nothing that I should join. അപ്പോൾ ആ ടൈമിൽ അഡ്വർടൈസ്മെന്റ് എന്നുള്ള ഒരു ഇതല്ല, nothing. ജോബാണ്. ഒരു ജോബ് വേണം. ഞാനപ്പോൾ ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. ആ ജോബ് എനിക്ക് കിട്ടിയത് അഡ്വർടൈസിങ് ഫേമിലായിരുന്നു. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. അത് കഴിഞ്ഞ് ഞാൻ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തു. 3-4 ഇപ്പോൾ Ogilvy and Mather, Lindas, Lowe Lindas, Prime Time IP Media. So then I handled so many clients, international clients, multinational client, MNC.
brand like TVS Victor, then SBI Life, then Tata. So many clients I handled. So I have a good experience in that. And So you then I continued. Yeah, you started enjoying the work also. Yes. Once you learn and you enjoy, you will continue into that. Still enjoying it. Yeah. സോ ഈ ഒരു ബിസിനസ്സിലേക്ക് ലൈക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സർക്കംസ്റ്റാൻസസ് ഉണ്ടായിരുന്നല്ലോ, അത് എങ്ങനെയാണ് സർ വന്നത്? See, around 10 years I was working with MNC agencies and big companies. So I got a better experience. Then after got experience, then I started my business. Earlier we were with a partnership firm. Then after that, after COVID specifically, said that എല്ലാവർക്കും അറിയാം കോവിഡിന് ശേഷം എത്ര കഷ്ടപ്പാട് വന്നു, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ദുരിതം അനുഭവിച്ചു, നമ്മൾ ഒരുപാട് കഷ്ടത്തിലായിരുന്നു. പക്ഷെ ആ കഷ്ടതകളിൽ നിന്ന് വീണ്ടും ഒരു എഴുന്നേൽപ്പ് വന്ന് ഇപ്പം ഈ 2-3 കൊല്ലമായിട്ട് നമ്മളൊന്ന് വീണ്ടും പച്ച പിടിച്ചു മുകളിലോട്ട് വരികയാണ്. സോ ആ ടൈമിലാണ് വുഡ് ആപ്പിൾ സ്റ്റാർട്ട് ചെയ്തത്? യെസ്, വുഡ് ആപ്പിൾ as well as my other company called Application Media. Both company we started with my wife. Okay. So we started this and now it's doing well. Okay. So sir, like we would like to know what all services is provided in both of the companies. See, basically ഞങ്ങളുടെ കമ്പനി ഔട്ട്ഡോർ മീഡിയ സർവീസസ് ആണ്. ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ നമ്മളതെല്ലാ ഔട്ട്ഡോർ സർവീസസ് ഉണ്ട്. ബിൽ ബോർഡ്സായി, bus shelters, buses, railway stations. So this kind of all services we provide to our client. Okay. So based on our client's need, when we meet our client, we'll take the brief from the client. Yeah. So according to their brief, with budget, with the brand, with their strategy, so we provide the plan. Then we do the media buying and execution. And also we suggest them a good media plan. Media planning, like after getting the requirement, Yes. so just the best media planning, and then only you execute. But we'll understand their strategy also. Yes, and what is their need? Yes, actually. exactly. Because these days so many 3D signage boards and things. We do all that also. Yes, we do that. Yes. All over Mumbai? We have a suburban Mumbai's, like Navi Mumbai, Raigad district, Kalyan, Dombivli, Thane. These all are the area we do. And plus, we have a Wood Apple Media, that other company. They do pan-India campaign. Okay. That is the agency business. Okay. So we don't have inventories, but we do a pan-India campaigns. Okay. For example, now we have a client called International Schools, like a Vibgyor International School. So what we do, we take their brief, proper brief, then we'll do the planning, then we execute. Okay, that is the pan-India campaign. Yes. So Bangalore, Coimbatore, Surat, Baroda. So wherever it is, you will execute. Yes. So അതെങ്ങനെയാണ് സർ അവിടെ ഈ ടീം തന്നെ പോകുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ടീമിനെ ഹയർ ചെയ്യുന്നു? We are already having offices in Kochi, then Bangalore, Hyderabad. Okay. So plus നമ്മുടെ ഇവിടെ നിന്നുള്ള സ്റ്റാഫും അവിടെ മോണിറ്റർ ചെയ്യാൻ അവിടെ പോയി അവരുടെ കൂടെ മീറ്റിംഗ് ചെയ്യും, അവർക്ക് സപ്പോർട്ട് ചെയ്യും. ബട്ട് മോർ ഓർ ലെസ് ഇവിടെ നിന്ന് നമ്മൾ കോർഡിനേഷൻ കൂടുതൽ ചെയ്യും, 90%. Yes. Only for a meeting purpose we go there. Advertisement field is something, it's daily it's getting updated. Yes, of course. Every day, every moment, it's keep on changing. Yeah, your idea should be changed. Yes. You should have updated ideas, updated thoughts. According to the competition, we have to change ourselves. Because in the kalam marumba kolam mara nu parayunna pole. No, every minute we are changing. Yes. So എങ്ങനെയാണ് സർ ആ ഒരു അപ്ഡേഷൻ അബ്രസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്നത്? See, ഞങ്ങളുടെ ഒരുപാട് ക്ലയന്റ് ഉണ്ട്. So client always give update and we give update to them, and our other associate people are there. So it's a kind of give and take policy. So നമ്മൾ ഷെയറിങ്ങിലൂടെ നമുക്ക് ഈ നോളജ് എല്ലാം കിട്ടാറുണ്ട്. വാട്ട് ആർ ദ ചാലഞ്ചസ് സർ ഈ ഒരു ബിസിനസ്സിൽ നിൽക്കുമ്പോഴത്തേക്ക്? കോമ്പറ്റീഷൻ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ചാലഞ്ച്. അതർ ദാൻ ദാറ്റ് നമുക്ക് എന്താണ് ഒരു മെയിൻലി നമുക്ക് ചാലഞ്ച് ഈ ബിസിനസ്സിൽ ഫേസ് ചെയ്യുന്നത്? See, nowadays of course competition is the biggest this thing. Second, the policy. Every time keep on changing the policies, because government is changing, policies are changing, new people are coming, the corporation change the policies. Then there are our advertisement tax, then GST,
all these things are coming, so that is also biggest challenge. Yeah. So other than being an entrepreneur, സാറിൻ്റെ വേറെ ഒരു സൈഡും കൂടെ അതാ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് യു ഹാവ് ടു ഓപ്പൺ ഇറ്റ് ലൈക്ക് ഓപ്പൺ ബുക്ക് പ്രൊഡ്യൂസർ ആൻഡ് ആക്ടർ ആൻഡ് യു ആർ വെരി മച്ച് ഇൻവോൾവ് ഇൻ സോഷ്യൽ ലൈഫ് ഓൾസോ സാർ. എങ്ങനെയാണ് സോഷ്യൽ വൈഫ്? ഞാനും എൻ്റെ വൈഫ് രണ്ടുപേരും സോഷ്യൽ ലൈഫിലുണ്ട്. പേരെന്താണ്? Jisha, J-I-S-H. She is also here with the Yes. So she is taking care of the entire accounts, finance and banking, the complete things. So she takes care of. Then she do that social activities with Goonj. Goonj is the biggest social activity forum. Yeah. But she doesn't tell anybody. Don't want to She's disclose. not at all interested in telling others. But I also do, but we never tell anybody. So we don't like to tell anybody that. Whatever we do, it is for our own satisfaction. Right. It should not be disclosed. No, why we should? A producer and actor, how a journey? No, that was unexpected. That is unexpected way. Aiden. That two movie I produced, and 2-3 short film I produced. And I've done some small roles I have done, and one movie called Aiden. So I got for State Award. Yeah. So I took it from Sri Pinarayi Vijayan, and even my childhood hero Mohanlal. Okay. Yes. Great. So it was my great achievement. എന്തായിരുന്നു അന്ന് ഫസ്റ്റ് മൂവി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് 4 സ്റ്റേറ്റ് അവാർഡ്സ് കിട്ടുമ്പോൾ ഉള്ള ഒരു അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായില്ല. ഇറ്റ് വാസ് എന്തോ ഒരു അൺഎക്സ്പെക്റ്റഡ് വേ വന്ന ഒരു കാര്യമാണ്. അല്ലാണ്ട് അതൊന്നൊരു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൽ ആ ലൈനിൽ എടുക്കാനുള്ള ഒരു ഉണ്ടായിരുന്നില്ല. സോ അത് സാർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ അതോ അതിലൊരു ഇല്ല? ഇൻ ഫ്യൂച്ചർ തൽക്കാലം പോകുന്നില്ല. ഇനി ഫ്യൂച്ചറിൽ അത് പ്രൊഡക്ഷൻ ഇറ്റ്സ് സി വെൻ ഐ ആം ഡൂയിങ് മൈ അഡ്വർടൈസിംഗ് ഫീൽഡ്, സോ production field is my related to advertising. So then in future I will plan again. Yes. So you are interested for that? So production company. Okay. Mainly you would like to start as a production. Yes, production company. So the parents? പേരില്ല, അച്ഛനില്ല, അമ്മയില്ല, എല്ലാവരും. Okay. Siblings? Brothers, ബ്രദേഴ്സ് വൺ ബ്രദർ ഉണ്ട്, നാട്ടിലാണ്. അവരെല്ലാം ഫാമിലിയോട് കൂടെ നാട്ടിലാണ്. രണ്ട് മക്കളുണ്ട്. എൻ്റെ 2 മക്കളുണ്ട്. മോൻ ഇപ്പോൾ ഫൈനൽ ഇയർ, ആദിത്യ. ദെൻ മോളുടെ പേര് അനഘ. സോ ബോത്ത് ആർ സ്റ്റഡിങ്. നമ്മുടെ ഒരു എല്ലാ ബിസിനസിന്റെ ഒരു വിജയം എന്ന് പറയുമ്പോഴത്തേക്ക് സാർ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. എത്ര സ്റ്റാഫ് ഉണ്ട് ഇപ്പോൾ? നമുക്കിപ്പോൾ 18 സ്റ്റാഫ് ഉണ്ട്. എത്രത്തോളാണ് അവരുടെ ഒരു സപ്പോർട്ടിനെ പറ്റി സാറിന് പറയാം? നമ്മൾ ഒരു സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ടീം വർക്കാണ്. ആ ടീം വർക്ക് ഇല്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല, നമ്മളൊന്നും പണി ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെയും കൂടെ ഒരു എഫേർട്ടാണ്. കാരണം ഇന്നിപ്പോൾ മാർക്കറ്റിംഗ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ പ്ലാനിങ്, ബൈയിങ്, എക്സിക്യൂഷൻ, ദെൻ അക്കൗണ്ട്സ്, ദെൻ ഓപ്പറേഷൻസ്, ദെൻ നമ്മളുടെ അക്വിസിഷൻ, ആൻഡ് there are so many parameters. So they all are supporting in a well manner. So that is the reason now we are talking. Yes. ആ ഒരു ടൈമിൽ, കോവിഡ് ടൈമിൽ, നല്ല ഒരു കമ്പനിയിൽ, ഐ മീൻ ആസ് എ പാർട്ട്ണർഷിപ്പ് കമ്പനിയിൽ നിന്നിട്ട് പെട്ടെന്ന് ഇറങ്ങുക, വേറെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക, ആൻഡ് ദാറ്റ് വിത്ത് ദാറ്റ് ടൈം ഡ്യൂറിങ് കോവിഡ്, ഇറ്റ് വാസ് എ ചാലഞ്ച്. ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് ചാലഞ്ചസ് യു ഫേസ്ഡ് അറ്റ് ദാറ്റ് ടൈം സർ? സ്റ്റാർട്ടിങ്ങിൽ ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയേണ്ട ആവശ്യമില്ല. സോ I had to start the business because when I away from my old partnership, so there was no other option than I had to start. And I did not think anything about what will happen in future, but I started. So only because of my experience, then I had a good confidence. आगे जाके देखा जाएगा. वो वाले एटीट्यूड से आपने शुरू नहीं, वो है, आज भी है. ഈ കമ്പനിയുടെ എക്സ്പാൻഷൻ അബ്രോഡിലേക്ക് ചെയ്യണമെന്നൊന്നും ഇതൊരു പ്ലാൻ ചെയ്തിട്ടില്ല? At present I have not decided anything. Maybe in future. If I get a good chance, good people, good partner, I may think. You may think, yeah. But you're open for that? Open for that. ഒരുപാട് സാറിൻ്റെ എക്സ്പീരിയൻസ്, ലൈഫിലെ എക്സ്പീരിയൻസ് നമുക്ക് സാർ നമ്മളോട് ഷെയർ ചെയ്തതിന് വി ആർ റിയലി ഗ്രേറ്റ്ഫുൾ. ബട്ട് ദെൻ വാട്ട് മെസ്സേജ് സർ യു വുഡ് ലൈക്ക് ടു കൺവേ for the youngsters, because so many people are going to be into business, or they're working, maybe in future they'll be into business. So
what message you would like to convey, sir? See, ഇന്നത്തെ ജനറേഷനിൽ യങ് ജനറേഷൻ സ്പെസിഫിക്കലി they want to make quick money. Yes. So I suggest do a good job, do your honest job, do your hard work. The money will come to you. You don't have to go to money at all. Don't expect money, but the money will come to you If automatically. you will do your hard work. Yes. do You the- do a honest work. No, because now today everybody wants to have a money quickly. And that is not possible. So you do your work, honest job, then make. Do your part and wait for the results. അതാണ് സാറിന്റെ ഒരു നമുക്ക് മെസ്സേജ്. അത്രേ ഉള്ളൂ. അത് that is what I learned and I have earned experience also. So in the market you have a good reputation, then you get a credit, you get a confidence, you get a trust from others, so everything comes together. So today which I am experiencing and today I am enjoying with that. ഈ ഒരു ഇൻഡസ്ട്രിയിൽ സർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. Very much important, very much important. Without trust you cannot run a business. You have a money but you don't have a trust, then nothing will happen. ഈ ലൈഫിൽ സർ ഇത്രയൊക്കെ ആവാൻ പറ്റി എന്ന് മുംബൈയിൽ എത്തിയപ്പം വിചാരിച്ചിരുന്നു? ഒരിക്കലും ഇല്ല. ഇല്ല. ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള ആരോടാണ്? എൻ്റെ സ്വന്തം അടുത്ത വീട്ടുകാരോടും വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ബിസിനസ്സിൽ എൻ്റെ വൈഫും കുട്ടികളുടെ സപ്പോർട്ട് ഒരുപാടുണ്ട്. Ma'am is also here, so Yes, yes, yes. half tension. Half tension is gone. Taken care by Yes, her. yes, yes. It's a good thing. It's a Yes. blessing to have her. ഒരുപാട് സന്തോഷമുണ്ട് സർ, നമ്മുടെ ഈ ഒരു ചെറിയൊരു ഇന്റർവ്യൂവിൽ സാർ നമുക്ക് സമയം തന്നു. And we tried a lot to get you. Finally, we got you. Thank you so much. We wish you all the very best, sir. And we would like to see Wood Apple and all your upcoming ventures as a big brands in coming days. Thank you so much. Thank you, thank you.